തന്നെന്താ പൊട്ടം കടിച്ചോ? കടിച്ചില്ല, കടിക്കാൻ വരുന്നു. ആര്? മഹാലിംഗം. നമുക്ക് വിളിക്കാം. ഞാൻ എനിക്കവിടെ ഏത് വേണ്ട സർ. തുള്ളിക്കുള്ളിലാണോ പുള്ളിയെ നോക്കുന്നത്? പുള്ളി പോയാ ചുള്ളിലും തപ്പണമെന്ന് ചുള്ളി. എന്ത് പറ്റി സാർ? സാർ 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 മഹാലിംഗം സാർ. അന്നെ അല്ലടോ, അവന്മാരാ. അവന്മാർ ഇവിടെ എവിടെയോ ഉണ്ട്. സാർ ചുള്ളി കമ്പ് എവിടേക്കോ കുത്തിക്കേറി. ഇനി കേറാനിരിക്കുന്നതേ ഉള്ളൂ. തന്നെ കയറ്റിയാ മതി. അതിനർത്ഥം എന്നെ പോലീസ് പിടിച്ചോട്ടേന്ന്. അതെ, അത് ശരി. അപ്പൊ ജയിലിൽ കിടന്നോട്ടെ. ഒഴിയാണല്ലേ? ഒഴിയാണ്. കാര്യങ്ങൾ എത്രമാത്രം ഗുരുതരമാണെന്ന് അന്നയ്ക്കിപ്പോ മനസ്സിലായല്ലോ. അന്ന തൽക്കാലം മഠത്തിലേക്ക് തിരിച്ചു തന്ന അന്തരീക്ഷമാകെ ശാന്തമാവും. ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇല്ല, എന്റെ ചാൾസിനെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവില്ല. പോയില്ലേ നമ്മൾ 3 പേര് അകത്താവും. അറിയാം. പോലീസിനോട് കാര്യം പറയണം. എന്ത് കാര്യം? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്ന് അവരറിയട്ടെ. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ എനിക്ക് ഇത്തിരി കുറച്ച് സമയം വേണം. കുറച്ച് ടൈം. ഇല്ല, ഒരു സമയം തരില്ല. ഇന്ന് തന്നെ കല്യാണം നടത്തണം. പിന്നെ ആരും പേടിക്കണ്ടല്ലോ. സെന്റിമെന്റ്സ് കാണിക്കേ. അല്ലേലും എനിക്കറിയാം എന്നോട് അന്നയ്ക്കുള്ള സ്നേഹം ആത്മാർത്ഥമല്ലെന്ന്. പെണ്ണുങ്ങൾ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥര. ഇന്നിപ്പോ എന്റെ നമ്പരം ആർക്കും മനസ്സിലാവില്ല. എന്റെ അച്ഛന്റെ അറ്റാക്ക്. വേണ്ട ശോഭരാജ്, അന്നയ്ക്ക് എന്നോടില്ലാത്ത സ്നേഹം നിനക്കെതിരാണ്. ഞാൻ അങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കളയും. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? ഒരേ ഒരു ദിവസം നീ ഞാൻ മടത്തിച്ച് നിന്നാ മതി. അപ്പോഴേക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറി വെഡിങ് എല്ലാം അറേഞ്ച് ചെയ്ത് വരാം. അതെ, ഈ പറഞ്ഞത് ഒരു ഐഡിയ ആണെന്ന് എനിക്കും തോന്നുന്നു. അന്നെ അത് താനൊരു കാര്യം ചെയ്യും. മുത്തുവിന്റെ കാർ എടുത്തിട്ട് വരും. അല്ല, ചാൾസിന്റെ ഫോർഡ് എസ്കോർട്ട് എവിടെ? അത് ഫോർഡ് എസ്കോർട്ട് അടക്കം മറ്റു 5 കാറുകൾ നമ്മുടെ വർക്ക്ഷോപ്പിലല്ലടോ. ഇതെന്റെ ഡ്രൈവർ മുത്തുവിന്റെ കാറാ. എന്റെ ഡ്രൈവർക്ക് വരെ കാറാ. നിന്ന് തമാശ കണ്ടു പോയി കാർ എടുത്തിട്ട് വാ. അന്ന പിരിയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അവന്റെ വിചാരം ഞാൻ അവന്റെ ഡ്രൈവറാണെന്ന്. കൊള്ളാം. എന്തായി കാർ കിട്ടിയില്ലേ? പിയർ പൗലോസും ചട്ടിത്തൊപ്പി എൻട്രി വരുന്നു. ഞാനിനി എന്ത് ചെയ്യും? പോയി തൂങ്ങിച്ചാവടോ. തൂങ്ങിച്ചാവാരോ? പാല് തുറക്കണ, തുറക്കണ, ഇവിടെ പാല് തുറക്കാൻ, തുറക്കണ, തുറക്കാൻ, തുറക്കാൻ. ഒരു വഴിയുണ്ട്. കർത്താവേ, ഈ കള്ളന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ. ഇവന്റെ ശവദാഹത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. പൗലോച്ച എന്ത് മണ്ടത്തരമായി പറയുന്നത്? IPC 302 വകുപ്പ് കൊലക്കുറ്റത്ത് നമ്മൾ 2 പേരും അകത്താവും. ഏതായാലും ചത്തവും ചത്തു. ഇനി പോലീസ് നായ ഇവിടെ വന്ന് പൗലോച്ചാന്റെ ഈ തുണിയും മണപ്പിച്ച് നേരെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വരും. അതോടെ നമ്മുടെ കാര്യവും പോക്കാം. എന്റെ പൊന്നല്ലേ, അറിയാതെ ഇന്നത്തെ ഒരു രാത്രി എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. നാളെ ഞാൻ വന്നു കൊണ്ടോളാം. ചാൾസ് എങ്ങനെ വരും? എങ്ങനെ എന്നെ കൊണ്ടുപോകും? എനിക്കാകെ പേടിയാവുന്നു. ഒന്നും പേടിക്കാനില്ലല്ലേ. അന്നെ തിരിച്ചെത്തി എന്നറിഞ്ഞാൽ പോലീസും മഠത്തിലുള്ളവരെല്ലാം ശാന്തമാകും. പിന്നെ ആരും അറിയാതെ നാളെ വീണ്ടും നിങ്ങൾ മുങ്ങുന്നു, വിവാഹം നടത്തുന്നു. അന്നയുടെ ചാൾസ് അല്ലേ പറയുന്ന? ചെല്ലേ ചെല്ലേ, വാ.
അവൾക്ക് നല്ല വിഷമം കാണും. പാവം. അതെ, വിഷമം കാണും. ഉം. എന്നെ താനെ കൂടെ ഒന്ന് ആശ്വസിപ്പിക്കണോ? ആശ്വസിപ്പിക്കട്ടെ. മിണ്ടരുത്. ഞാനിവിടെ അടിമുടി എരിഞ്ഞു നിൽക്കാം. അപ്പോഴയാളുടെ ഒരു അനുശോചനം. അതല്ല ചാൾസേ, സൂയിസൈഡ് പോയിന്റ് ഇവിടെ അടുത്താ. വല്ല ദുർബുദ്ധിയും തോന്നി അതിലേക്ക് എങ്ങാനും അവൾ എടുത്ത് ചാടിയ എന്റെ ദൈവമേ, നമ്മളെ രക്ഷപ്പെട്ട്. ഏതായാലും അവളുടെ വലയിൽ നീ ഊരിയല്ലോ. നമുക്കിന്നൊന്ന് അഴിഞ്ഞാടാവിടെ. ഓക്കേ. എന്നാ വണ്ടി ചവിട്ടി വിട്ടോ. അയ്യോ, അത് ഗിയർ. അയ്യോ, ഓടിക്കോ, പോലീസ്. പോലീസിന്റെ തൊപ്പി ഏർപ്പിക്കണം. എടാ, അന്നെ ഞാൻ കണ്ടു. കണ്ടോ? ഇവിടെ കയ്യിൽ നിന്ന് പിടിപിടി ചാൾസേ. പിടിവിട്ട താൻ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഓടും. പോലീസ് പോലീസിന് പിടികൊടുക്കരുത്, പിടികൊടുക്കരുത്, കൊടുക്കില്ല. டான்ஸ் நடந்த இடத்துல இருந்து போலீஸை பார்த்து பயந்து ஓடி வருதானே? അത് ഞങ്ങളല്ല, അത് വേറെ ആരാ? മലയാളികളാണല്ലേ? അല്ല, പഞ്ചാബികളാ. അതല്ലേ മലയാളം പറഞ്ഞു. ആട്ടെ, കേരളത്തിൽ എവിടെ താമസം? കേരളത്തിൽ കൊടൈക്കനാലിൽ. അപ്പൊ നമ്മളെ സഹായിക്കാൻ ഇവർക്ക് കഴിഞ്ഞേക്കും അല്ലേ ബോസ്? പോലീസിന്റെ ഭയം ഓടിയ സ്ഥിതിക്ക് നിങ്ങൾ സാധാരണക്കാരല്ല. അപ്പോ പോലീസിനെ കണ്ടു ഓടുന്നവരൊക്കെ വലിയ പണക്കാരാണോ? ചേടാ, എന്ത് പറഞ്ഞാലും ഉടക്കാണല്ലോ. ആ, ഞങ്ങൾ ഉടക്കും. അത് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇച്ചിരി തട്ടിപ്പും വെട്ടിപ്പോക്കുള്ള അണ്ണന്മാരാണെന്ന് നിങ്ങളുടെ ഓട്ടം കണ്ടപ്പോഴേ മനസ്സിലായി. അല്ലെങ്കിൽ ഊട് വഴിയോട് ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തില്ലല്ലോ. ഞങ്ങൾ ഒരു ഉഗ്രൻ ബിസിനസിന്റെ കാര്യത്തിനായി നാട്ടിൽ നിന്ന് വന്നവരാ. എന്ത് ബിസിനസ്? കോൺട്രാക്ട്. വെടിവെപ്പ് കോൺട്രാക്ടാ? അല്ല, തോക്കും തോളി വെച്ച് വടി പോലെ നിൽക്കുന്നുണ്ട് ചോദിച്ചാ. അതൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം. പേടിപ്പിക്കാതെ ഞങ്ങളൊന്ന് അടുത്ത ജംഗ്ഷൻ വരെ വിടുവോ? കേറിക്കോ, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല പണക്കാരെ വീട്ടിൽ കൊണ്ടാക്കണേ. ബാക്കി ജോലി ഞങ്ങളേറ്റ്. അതെ, ആ പെണ്ണിന്റെ കാര്യം പെണ്ണിന്റെ അപ്പം നീ ഇതിനകത്ത് കയറണം. ഞങ്ങൾ നെറുകേടന്മാർ. അപ്പൊ മാന്യന്മാരാണല്ലേ? നിങ്ങളെ പോലെ പോലീസിനെ കണ്ടാൽ പേടിച്ചോടുന്ന മാന്യന്മാരല്ല ഞങ്ങൾ. ഒന്ന് പറഞ്ഞ് രണ്ടിന് വെടിവെക്കും. കൊലപാതകവും കൊള്ളയും കോൺട്രാക്ട് എടുക്കുന്ന ഞങ്ങൾക്ക് അതിനെ കഴിയും. അയ്യോ, പേടിപ്പിക്കല്ലേ. നിങ്ങളെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഞങ്ങൾ കാണാം. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലമായി ഞങ്ങൾ തരും. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇവിടെ സെന്റ് തെരാസാസ് കോൺവെന്റിൽ നിന്നും അന്ന എന്നൊരു പെണ്ണ് ഒരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ടുണ്ട്. അവന്റെ പേര് ചാൾസ് എന്നാണ്. ഒരു ഇന്റർനാഷണൽ ഇഡിയറ്റ് ആണവൻ എന്നാണ് കേട്ടത്. അത് സംശയമില്ലാത്ത കാര്യം. എന്താ? അല്ല, ഇവര് പറഞ്ഞ സ്ഥിതിക്ക് അക്കാര്യത്തെ പറ്റി സംശയിക്കേ വേണ്ടെന്ന് പറയായിരുന്നു. അന്നയെ ജീവനോടെയോ ശവമായിട്ടോ പിടികൂടാൻ നിങ്ങൾ സഹായിക്കണം. അവൾ ദൂരെയെങ്ങും പോയിട്ടില്ല, ഈ പരിസരത്ത് എന്നെ ചുറ്റിത്തിരിയുന്നുണ്ട്. മഠത്തിന്റെ മുന്നിൽ നിന്ന് ഓടിയത് അവൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടി വന്നാൽ ആ ചാൾസ് എന്ന് പറയുന്നവനെയും തട്ടണം. വേണ്ടി വന്നാലല്ല, അവനെ തട്ടിയേ പറ്റൂ. നിൽക്ക കളിയില്ലാതെ വന്നാൽ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. മുടിമറ്റത്തിൽ അന്ന. ജനനം 6/7/1978. മരണം കുത്തു കുത്തു കുത്തു. അയ്യോ, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ? ഇത് അവളുടെ കല്ലറ വെക്കാനുള്ളതാ. മരണത്തീയതി 2-3 ദിവസത്തിനകം ഞങ്ങൾ എഴുതും. ഭയങ്കര പ്ലാനിംഗ് ഉള്ള വില്ലന്മാര് തന്നെ. ഓടുന്ന പട്ടയ്ക്ക് ഒരു മുഴം കൂട്ടിയെറിയുന്ന മിടുക്കന്മാർ. കൂടുതൽ പരിചയപ്പെടുമ്പോ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും. ആട്ടെ, ചോദിച്ചതിന് ഉത്തരം പറയൂ. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? സഹായിക്കാൻ പറ്റും. ചാൾസിന് വേണേ ഈ നിമിഷം തപ്പിത്തരാം. ഇങ്ങനെ? അല്ല, നമ്മളൊന്ന് ആഞ്ഞിറങ്ങിയാൽ എന്ത് നിമിഷം കൊണ്ട് നടക്കുമെന്ന് പറയായിരുന്നു. അതെ അതെ, ഞങ്ങളൊന്ന് ആഞ്ഞിറങ്ങിയാ എന്തും നടക്കും. എങ്കിലിറങ്ങണം. അതുകൊണ്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. അത് രാവിലെ 8 മണി വരെ ഞങ്ങൾക്ക് അർജന്റായിട്ട് കുറച്ച് പണി ചെയ്ത് തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് അന്നയും ഈ ചാൾസ് എന്ന് പറയുന്ന റാസ്കലിനെ ഞങ്ങൾ പിടിച്ച് കൈ തരും. അല്ല, ഈ അന്നയും ചാൾസിനെയും പിടിച്ചു തന്ന നിങ്ങൾ എന്ത് പ്രതിഫലം തരും? ഒരു 2 ലക്ഷം. പോരാ? 3. ഓക്കെ. ഇത് അഡ്വാൻസ്. അയ്യോ. ബാക്കി കാര്യം കഴിഞ്ഞു. ഓക്കെ. ആ. അല്ല, നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ചാക്കോ. ഞാൻ ചുംബൻ. ആ. മിസ്റ്റർ ചുംബൻ ചാക്കോ. ആ. അപ്പൊ നമുക്ക് നാളെ രാവിലെ കാണാം. ഞങ്ങൾ ഹോട്ടൽ സാലിഹ ഇന്റർനാഷണൽ ആണ് താമസം. ആ, കാലത്ത് കാണാം. ഞാൻ ഇവിടെ ഇറങ്ങാണ്. ഞാനും. പാപ്പി, വണ്ടി നിർത്ത്. താൻ അഡ്വാൻസ് വാങ്ങിച്ചത് എന്നെ ഒറ്റ കൊടുക്കാനാണല്ലേ? നീ എന്നെ തെറ്റിദ്ധരിച്ചത് എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് ദാരിദ്ര്യം വന്നാൽ ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ എങ്ങനെ എന്നെ ചെയ്യും? അതെ,
ഒരു കാര്യം മറന്നു, ആ ചാൾസിന്റെ കൂടെ ശോഭരാജ് പറഞ്ഞ തെണ്ടിയുണ്ട്, അവനും കൂടെ തപ്പിയേക്കണേ. എന്റെ പോകാം.